ഇപ്പൊ ഞാൻ എൻ്റെ കരിയറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, അതായത് ഒരു സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നും ചെയ്യാതെ ഒരു ഹോം മേക്കർ ആയിട്ടാണ് വീട്ടിലിരിക്കുന്നതെങ്കിൽ ഇപ്പൊ എനിക്ക് അതിനെ കുറിച്ച് ചിന്തിക്കാൻ വയ്യ. എന്താണെന്ന് വെച്ചാല് നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ ഇപ്പൊ പ്രത്യേകിച്ചും നമ്മളൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ജോലി ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ എല്ലാ ബെനിഫിറ്റ്സ് ഉണ്ടായിരിക്കും. അതിപ്പോ നമ്മുടെ കരിയറിൽ മാത്രമല്ല, നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് നമ്മുടെ ഫാമിലിക്ക് അകത്തായാലും അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്കും എല്ലാ കാര്യങ്ങൾക്കും ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനനുസരിച്ചൊരു കറേജ്, ഒരു സെൽഫ് ഡിസിഷൻ മേക്കിംഗ് സ്കില്ല്, ഒരു ടീം ലീഡിങ് കപ്പാസിറ്റി, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഞാൻ എൻ്റെ കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് ഞാൻ ഇപ്പൊ തിരിച്ച് ചിന്തിക്കുകയാണ്, ഞാനൊരു ഹോം മേക്കർ ആയിട്ടാണ് ഇത്രയും വർഷം ഇരുന്നതെന്ന് വെച്ചാൽ നമുക്ക് സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന ഒരു സ്റ്റേറ്റസ്, ഇത്തരം കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നതല്ല. അപ്പൊ അതൊക്കെ ഏതൊരാളും എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും അതിന് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എപ്പോഴും ഒരു പൊസിഷനിൽ ഇരിക്കുക, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു എൻഗേജ്ഡ് ആയിട്ടിരിക്കുക, ഇതൊക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ പറയൂ. ഇപ്പോൾ സ്ത്രീകള് നമ്മുടെ എസ്പെഷ്യലി സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഒരു കരിയറിൽ വരികയാണെങ്കിൽ എനിക്ക് കിട്ടിയിട്ടുള്ള അഡ്വൈസിൽ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതൊരു പക്ഷേ അഡ്വൈസ് എന്ന് മാത്രം പറയാൻ പറ്റില്ല. എല്ലാവരും നോക്കുന്ന ഒരു കംഫർട്ട് സോൺ കൂടിയായിരിക്കും അത്. അതായത് ഏറ്റവും കൂടുതൽ പറയാം, ഓഫീസ് ജോലിയാണോ കിട്ടാൻ പോകുന്നതെന്നാണ് സിവിൽ എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് ചോദിക്കുന്ന ഒരു ചോദ്യം. അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഓഫീസ് ജോലി കിട്ടുമെന്ന് ചോദിച്ചാൽ യെസ്, നമുക്ക് കിട്ടും. അത് നമ്മൾ സെലക്ഷൻ ചെയ്യുന്ന നമ്മുടെ ഡെസിഗ്നേഷനും അല്ലെങ്കിൽ നമ്മൾ എന്ത് പൊസിഷനിൽ ഇരിക്കണം എന്ന് വിചാരിക്കുന്നതും കൂടി മാറ്റർ ആണ്. അതായത് ഇപ്പൊ നമ്മളൊരു ക്വാണ്ടിറ്റി സർവേയർ ആണെങ്കിൽ നമ്മുടെ മാക്സിമം ജോബും നമുക്ക് അലോക്കേറ്റ് ചെയ്യുന്നത് ഓഫീസിലായിരിക്കും. അതായത് ഇപ്പൊ ക്വാണ്ടിറ്റി സർവേയർ എന്ന് പറഞ്ഞാൽ അതിന്റെ പല ഡിവിഷൻസ് ഉണ്ട്. അതിൽ ഏത് സെക്ഷനിലാണെങ്കിലും നമ്മൾ ഇരിക്കുന്നുണ്ടാവുക ഓഫീസിലായിരിക്കും. അപ്പോൾ ഒരു വുമൺ എന്നുള്ള നിലയിൽ ക്വാണ്ടിറ്റി സർവേയിങ് ബെസ്റ്റ് ഫീൽഡ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് സൈറ്റിൽ നിന്ന് ടൈമിംഗ് ഇല്ലാതെ വർക്ക് ചെയ്യാനും, ഫാമിലി ആവുമ്പോൾ എന്തുതന്നെയായാലും അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷെ അത് റിസ്ക് വേണ്ടാന്നല്ല ഞാൻ പറയുന്നത്. എങ്കിൽ കൂടെ നമുക്കൊരു കംഫർട്ടായിട്ട് രണ്ടും കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ജോലിയാണ് ക്വാണ്ടിറ്റി സർവേയിങ് ജോബ്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു എന്റർപ്രണർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സത്യത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം എന്താ പറയാ, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഒരു വുമൺ എന്റർപ്രണർഷിപ്പ് ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, അവിടെ ഒരു വുമൺ പ്രയോറിറ്റി ആണ് നമ്മൾ ജോബിന് വേണ്ടിയിട്ട് പ്രയോറിറ്റി കൊടുക്കുന്നത്. എനിക്ക് എൻ്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ളത്, ഞാൻ ആരും കുറ്റം പറയുന്നതല്ല കേട്ടോ, പക്ഷേ നമ്മളൊരു ജോലി കൊടുത്തു കഴിഞ്ഞാൽ, ലേഡീസിന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അതിന്റെ 100% എഫേർട്ട് എടുത്ത് ചെയ്യുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. കമ്പയർഡ് ടു മറ്റുള്ളവരെ അപേക്ഷിച്ച്. പക്ഷെ ഇവർക്ക് ഒരു കൂടുതൽ റെസ്പോൺസിബിലിറ്റി എടുക്കാനുള്ള അത് ഫിനിഷ് ചെയ്യാനും അതുപോലെ തന്നെ ടൈം ടു ടൈം അതിന്റെ ഡിസിപ്ലിൻ മാനേജ് ചെയ്യാനും സ്കിൽസ് കൂടുതൽ ലേഡീസിനാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുപക്ഷെ അവർക്ക് മൾട്ടി ആക്ടിവിറ്റീസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു സ്കില്ല് ഉണ്ടായിരിക്കാം. ഒരു ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ രണ്ടുപേരും ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷെ എങ്കിലും ഒരു പ്ലസ് അഡീഷൻ എപ്പോഴും ചെയ്യുന്നുണ്ടാവുക സ്ത്രീകളായിരിക്കും, അല്ലെ? അപ്പൊ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എപ്പോഴും ഞാൻ കരിയറിലും കാണാറുണ്ട്. അതുപോലെ തന്നെ അവർ ഒരിക്കലും ഒരു ലോ അല്ല എന്നുള്ള ഒരു ഉറപ്പുവരുത്തലും കൂടിയിട്ടാണ് നമ്മള് നമ്മുടെ കരിയറിൽ അവരെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫാമിലിയും പിന്നെ നമ്മുടെ വർക്കും ഒരുപോലെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ അതിന് പറ്റിയ ഒരു സാഹചര്യം നമ്മുടെ ഫാമിലിയിൽ ഉണ്ടായിരിക്കണം. അതായത് ഒരു നല്ല അണ്ടർസ്റ്റാൻഡിങ് പേഴ്സൺ ആയിരിക്കണം. ഇപ്പോ പറയുകയാണെങ്കിൽ നമ്മളൊരു ടെൻഡറിങ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാണ്, ടെൻഡറിങ്ങിലാണ് നമ്മുടെ ജോബ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ടെൻഡർ സബ്മിറ്റ് ചെയ്യുന്ന സമയത്തും അങ്ങനെയുള്ള സമയത്തൊക്കെ ഒരുപക്ഷെ കുറച്ച് ടൈം എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ മന്ത്ലി വൺസ് മീറ്റിംഗ്സ് ഉണ്ടാവുമ്പോൾ നമ്മൾ മീറ്റിംഗ് പ്രസന്റേഷനും അതും ഇതൊക്കെ ആയിട്ട് ലേറ്റ് ഈവനിങ് ആണ് മീറ്റിംഗ് നടക്കുന്നതെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരാറുണ്ട്. ആ ഒരു എത്രയാണോ നമുക്ക് വേണ്ടി വരുന്ന ഈ എക്സ്ട്രാ ടൈം ഓഫീസ് അവേഴ്സ് കഴിഞ്ഞിട്ട് വേണ്ടത്, അത് നമ്മുടെ ഫാമിലിക്കകത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റുന്നതാണ് നമ്മുടെ ജോബും അതുപോലെ തന്നെ ഫാമിലി റെസ്പോൺസിബിലിറ്റീസും. ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളതാണല്ലോ. അപ്പൊ എല്ലാവരും ഡിവൈഡ് ചെയ്ത് എന്താ വെച്ചാൽ നമ്മുടെ ഓവറോൾ ഗ്രോത്ത് ആണ് നമ്മൾ ഒരു ജോലി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലേ? അല്ലാതെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് മാത്രമല്ല, ഓവറോൾ ഗ്രോത്തും കൂടിയാണ് ഒരു ഫാമിലിയുടെ ജോബ് എന്ന് പറഞ്ഞാൽ. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മെന്റർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് അപ്രോച്ച് ചെയ്യുന്ന രീതിക്കും അതിന് വെരി ഇമ്പോർട്ടൻ്റ് ഉണ്ടായിരിക്കും.
അതായത് നമ്മളത് അറിയാൻ വേണ്ടിയിട്ടും പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കാര്യം ചോദിക്കുന്നതും അല്ലാതെ ഒരു ടൈം പാസിന് വേണ്ടി ചോദിക്കുന്ന കാര്യങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. മെന്റർഷിപ്പ് നമ്മൾ എടുക്കുമ്പോൾ ആരുടെയും നിന്നും കയ്യിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് ചോദിക്കുന്നത് എങ്ങനെയാ അല്ലെങ്കിൽ അതെങ്ങനെയാ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എന്നുള്ളൊരു ഇതുണ്ടായിരിക്കും. അപ്പൊ നമുക്കൊരു ഹെസിറ്റേഷൻ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റേജിൽ വരുമ്പോൾ നമ്മളൊരു കൂടുതൽ ക്ലോസ് ആവും. അതായത് ഓരോ കാര്യങ്ങളും രണ്ട് വ്യക്തികൾക്കും ചോദിക്കുന്ന ആൾക്കും പറഞ്ഞു മനസ്സിലാക്കി തരുന്ന ആൾക്കും ഒരു ഫ്ലോ ഉണ്ടായിരിക്കും. അതായത് ചോദിക്കാം, ഇപ്പോൾ പറഞ്ഞു തരാനായിട്ട് തയ്യാറായിരിക്കും. അങ്ങനെ ഒരു കാര്യമാണ് ഒരു മെന്റർഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മെന്റർഷിപ്പിൽ മെന്റർക്ക് ഏറ്റവും നന്നായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ആൾക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്തു കൊടുക്കുക, നന്നായി അയാൾ ഒരു ഉയരത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരിക്കണം മെന്ററിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല, മെന്ററിന്റെ ഒരു വിഷ് അതായിരിക്കണം. ഞാൻ അങ്ങനെ ഉദ്ദേശിക്കുന്ന ഒരു മെന്ററാണ് കേട്ടോ. ഞാൻ എപ്പോഴും അങ്ങനെ വിചാരിക്കുക. എൻ്റെ കൂടെ ആര് വർക്ക് ചെയ്യുന്നു അവര് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം. അതായത് ഒരു നാലാള് നോക്കുമ്പോൾ അവര് പറയണം ഓക്കെ ഷീ ഓർ ഹീ ഈസ് ദ ബെസ്റ്റ് ഇൻ ദിസ് ഇൻഡസ്ട്രി എന്ന് പറയണം. അതുപോലെ ആയിരിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുക. ഇപ്പോൾ അല്ലാതെ നമുക്ക് ഉള്ള കഴിവുകൾ നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുത്ത് അത് നമ്മുടെ കഴിവ് കുറഞ്ഞു പോകുമെന്നുള്ളത് ഒരിക്കലും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ അറിവ് കൂടെ ഉള്ളൂ. എന്ത് നമ്മൾ പകർന്നു കൊടുക്കുന്നോ ആ അറിവ് കൂടെ ഉള്ളൂ. നമുക്കും കൂടെ നമ്മുടെ സ്കിൽസ് എന്താണെന്നുള്ളത് ഒരു ഷാർപ്പൺ ചെയ്യാനുള്ള ഒരു ടൈമും കൂടിയിട്ടാണ് ഈ മെന്റർഷിപ്പ് എന്ന് പറയുന്നത്. ഒരു എക്സാമിനോ അല്ലെങ്കിൽ ഒരു ജോലിക്കോ ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു സെൽഫായിട്ടുള്ള ഒരു കോൺഫിഡൻസ് കുറവുണ്ടായിരിക്കും. ഇനീഷ്യൽ സ്റ്റേജിലൊക്കെയാണ് സാധാരണ കേസിൽ അതുണ്ടാവാം. പക്ഷേ നമ്മൾ പറയുന്ന പോലെ നമ്മൾ എന്തെങ്കിലും ഒരു കോഴ്സൊക്കെ എടുത്ത് നമ്മൾ അതിന് കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്ന ഇന്റർവ്യൂവും അതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് പഠിച്ച് പാസ്സായി അത് അറ്റൻഡ് ചെയ്യുന്ന ഇന്റർവ്യൂവും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ നമുക്ക് ഓൾറെഡി നോൺ ദർ ആർ സോ മെനി തിങ്സ് എന്നുള്ളത് ഒരു ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിരിക്കും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട്. സാധാരണ കേസിൽ നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള പ്രഷറും വേണ്ട. എന്താണെന്ന് വെച്ചാൽ നമുക്കറിയുന്ന കാര്യങ്ങൾ പറയാന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അറിയാത്ത കാര്യങ്ങൾ പറയാൻ ശ്രമിക്കാതിരിക്കുക, അതായിരിക്കും നല്ലത്. അറിയില്ല എന്ന് തന്നെ പറയാ, അതായിരിക്കും നല്ലത്. പക്ഷെ ചോദിക്കാം നമുക്ക് എന്താണ്, അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ ഇന്റർവ്യൂവിൽ നമുക്ക് ചോദിക്കാം എന്തായിരിക്കും അതെന്നുള്ളത് അറിയാനുള്ള ഒരു ആകാംക്ഷ. അത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ആങ്സൈറ്റി കൊണ്ട് നമുക്ക് ഇന്റർവ്യൂ പാസ്സാവാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ ആങ്സൈറ്റി എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ഉണ്ടാവുന്ന കാര്യമാണ്. ഓരോ സ്റ്റേജിലും നമ്മൾ ഓരോന്നും ഓവർകം ചെയ്തിട്ടാണല്ലോ നമ്മുടെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നത്. അപ്പൊ അത് ആങ്സൈറ്റി ഒക്കെ എല്ലാ ലെവലിലും ഉണ്ടായിരിക്കും. ഏതൊരു ലെവലിലായിരിക്കും നമുക്ക് ആ ആങ്സൈറ്റിയുടെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു തീവ്രത നമുക്കത് കുറയും നമ്മുടെ പിന്നീടുള്ള കാലങ്ങളിൽ. ഞാനൊക്കെ ജോലി അപ്ലൈ ചെയ്ത സമയത്തെന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെയുള്ള ഓൺലൈൻ ആയിട്ടുള്ള ജോബ് പോർട്ടൽസും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പറയുന്നത് ഒരു 22 ഇയേഴ്സ് ബാക്ക് സ്റ്റോറിയാണ്. നമുക്ക് എങ്ങനെയാ ഇന്റർവ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ന്യൂസ് പേപ്പറിൽ ഉണ്ടായിരിക്കും ഓരോ കമ്പനികളുടെയും ഓപ്പണിങ്സ് ഉണ്ടായിരിക്കും. അതനുസരിച്ച് അവരുടെ കമ്പനിയിലേക്ക് പോസ്റ്റലായിട്ട് നമ്മുടെ റെസ്യൂമേസ് അയക്കും. അവിടെ പോവും നമ്മൾ. ഇങ്ങനെയൊക്കെ ആയിരുന്നു ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. എനിക്ക് മെയിൻ ആയിട്ട് ഞാൻ പറയാം, എനിക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ബാംഗ്ലൂരിൽ വന്നപ്പോൾ എൻ്റെ മെയിൻ പ്രോബ്ലം എന്തായിരുന്നു എന്ന് വെച്ചാൽ എനിക്ക് ഇംഗ്ലീഷ് അത്ര അറിയില്ലായിരുന്നു. ഞാൻ സാധാരണ ഒരു കോളേജിലും സാധാരണ ഒരു സ്കൂളിലും എല്ലാം പഠിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് ഒരു ചേഞ്ച് ബാംഗ്ലൂരിലേക്ക് വന്നപ്പോൾ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് അറിയാവുന്നതായിരുന്നു. പക്ഷേ ഏറ്റവും വലിയ ഫിയർ എന്തായിരുന്നു വെച്ചാൽ അത് എങ്ങനെ ആൻസർ ചെയ്യുന്നുള്ളതായിരുന്നു. ആ ആൻസർ ചെയ്യാതിരുന്നത് കൊണ്ട് തന്നെ അത് റിജക്ഷൻ ആയി. അതുപോലെ ഒന്നോ രണ്ടോ അല്ല, 2-3 കമ്പനികളിൽ റിജക്ഷൻ ആയി. പിന്നെ ഞാൻ ഒരു ആർക്കിടെക്റ്റിന്റെ ഓഫീസിൽ പോയി ഇന്റർവ്യൂ ചെയ്തപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഒരു പോസിറ്റീവ് റിപ്ലൈ വന്നു. അപ്പൊ ഞാനത് ആർക്കിടെക്റ്റിന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നതിലും കൂടുതൽ എനിക്ക് പർട്ടിക്കുലർ ആയിട്ടുള്ള നമ്മുടെ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ തന്നെ പോകണം എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കോൺട്രാക്ടറുടെ ഓഫീസാണ് ഫൈനലി ഞാൻ സെലക്ഷൻ ചെയ്തത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ നിന്നാണ് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഓരോ സ്ഥലത്തും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് ഒരു സ്ഥലത്ത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ എനിക്ക് മനസ്സിലാവാത്ത ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് ഇനി അടുത്ത ഒരു ഇന്റർവ്യൂവിൽ പോകുമ്പോൾ ചോദിക്കുന്നതിന് മുന്നായിട്ട് ഞാനത് പ്രിപ്പയർ ചെയ്യായിരുന്നു. എന്തായിരിക്കും അതിന്റെ ആൻസർ എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കി വെക്കുകയായിരുന്നു. അത് ഞാൻ ചെയ്തിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും
ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും ആവാം. ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് റിജക്ഷൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ചോദിച്ച ചോദ്യങ്ങൾ എന്താണോ അത് വെരി ഇമ്പോർട്ടന്റ് ആയിരിക്കും. ഏതൊരു കമ്പനിക്കും ഇമ്പോർട്ടൻസ് തന്നെയായിരിക്കും അത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. അത് ചോദിച്ച് മനസ്സിലാക്കി പിന്നത്തെ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ അതൊരിക്കലും നിങ്ങൾക്കൊരു സ്ട്രഗിൾ ആയിട്ട് തോന്നരുത്. ഞാനൊരു കമ്പനിയിൽ ബെസ്റ്റ് വുമൺ എംപ്ലോയി ആയിരുന്നു. അപ്പൊ എനിക്കൊരു സ്പെഷ്യൽ അവാർഡൊക്കെ കിട്ടിയിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ കമ്പനിയിൽ ഓൾമോസ്റ്റ് ആ ഒരു സമയത്ത് നമ്മുടെ കമ്പനിയിൽ ഓൾമോസ്റ്റ് 120 മെമ്പേഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വുമൻസും അതുപോലെ തന്നെ ജെൻസും എല്ലാവരും ഉള്ള ഒരു കമ്പനി തന്നെയാണ്. അപ്പൊ നമുക്ക് അവിടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വുമൺ എന്നുള്ള കാറ്റഗറിയിൽ മാത്രമല്ല ബെസ്റ്റ് എംപ്ലോയി എന്നുള്ള നിലയിലും കൂടിയിട്ടാണ് എനിക്ക് അവാർഡ് കിട്ടിയത്. ഓക്കെ, അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരു ചെയ്യുന്ന ജോലി ആത്മാർത്ഥതയോടുകൂടി ചെയ്യാം. പിന്നെ ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട്, കൺസിഡർ ചെയ്തിട്ടുണ്ട് കമ്പനി. അപ്പൊ അതിന് എനിക്കൊരു ബെസ്റ്റ് വുമൺ എംപ്ലോയി ആവാനായിട്ടും അല്ലെങ്കിൽ ബെസ്റ്റ് എംപ്ലോയി ആയിട്ടും ആ ഒരു വർഷത്തിൽ തെരഞ്ഞെടുത്തത് എനിക്ക് വലിയൊരു സന്തോഷം ഉണ്ടാക്കിയ കാര്യമാണ്. അതെപ്പോഴും നമുക്ക് ഓർമ്മിക്കാനായിട്ട് ഒരു നല്ലൊരു മൊമെന്റ് തരുന്ന ഒരു കാര്യമാണ്. നമ്മളൊന്ന് പുറകിലേക്ക് ചിന്തിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഓരോ ജേണിയിലും നമുക്ക് ഉണ്ടായിട്ടുള്ള കരിയർ ഗ്രോത്തും അതുപോലെ തന്നെ നമ്മൾ മീറ്റ് ചെയ്തിട്ടുള്ള പീപ്പിൾസും. ഇപ്പോ ജസ്റ്റ് ഞാൻ ഇപ്പോ എന്റെ ഓൾഡ് കൊളീഗിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെന്റെ അടുത്ത് പറയായിരുന്നു, ഇപ്പൊ ഞാൻ കമ്പനിയിലില്ല എങ്കിൽ കൂടെ അവര് പറയായിരുന്നു, ഇപ്പൊ ഞാൻ കോൺട്രാക്ട്സ് ഡിപ്പാർട്ട്മെന്റിലാണ് ഫൈനലി വർക്ക് ചെയ്തിരുന്നത്. അവർ പറയായിരുന്നു ഏതൊരാൾ വന്നാലും മാമിനെ കുറിച്ച് ചോദിക്കാത്ത ദിവസങ്ങളേ ഇല്ല. ഞാൻ ഓൾമോസ്റ്റ് ഇപ്പോൾ 10 months ആയി ഞാൻ കമ്പനിയിൽ നിന്ന് വിട്ടിട്ട്. അപ്പോഴും കൂടെ നമുക്ക് തരുന്ന ഒരു റെസ്പെക്ട്, നമുക്ക് തരുന്ന ഒരു ഓവർ വെൽക്കമിങ് ചെയ്യുന്ന ഒരു രീതി, അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. എവിടെ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിലും ആത്മാർത്ഥതയോട് കൂടിയിട്ട് വർക്ക് ചെയ്യുക, നമ്മുടെ ജോലി ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ കരിയറിൽ.